ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ്, പൂർണ്ണമായ അവസ്ഥയിൽ തൃപ്തനാണ്. ഇത്രയും കാലം ബിസിനസ് ചെയ്തിട്ട് തൃപ്തിയുള്ള ജീവിതം എത്ര കാലമായി? ഒരു കഥ ഉണ്ട്. ഒരു പള്ളീൻ്റെ പുറത്ത് ഒരു യാചകനായ മനുഷ്യൻ, അല്ലെ ഒരു ദരിദ്രനായ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പള്ളീൻ്റെ പുറത്ത് ഒരു ദരിദ്രനായ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ ചെറിയൊരു പുതപ്പൊക്കെ പൊതിച്ച് ഇങ്ങനെ കുനിഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ നാട്ടിൽ ഏറ്റവും ധനികനായൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ധനികനായ മനുഷ്യൻ പള്ളി വിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. അപ്പോൾ ഈ ആൾക്കിങ്ങനെ ഈ ദരിദ്രനായ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു പാവം മനുഷ്യൻ എന്തെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ കൂടെയുള്ള ആളോട് പറഞ്ഞ് കുറച്ച് പൈസ എടുക്കും. അപ്പോൾ ആൾ കുറച്ച് പൈസ എടുത്തപ്പം ഈ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ പാവപ്പെട്ട ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഈ ദരിദ്രനായ മനുഷ്യൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ യാചകരുടെ കയ്യിൽ നിന്നൊന്നും സ്വീകരിക്കാറില്ല എന്ന്. ഞാൻ യാചകരുടെ കയ്യിൽ നിന്നൊന്നും സ്വീകരിക്കാറില്ല എന്ന്. ഇത് കേട്ടിട്ട് ആ ധനികനാകെ പ്രയാസത്തിലേ. ധനികൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ യാചകനാണെന്നാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇനിയും കിട്ടിയാൽ ഇനിയും ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയല്ലേ നിങ്ങളെ ആഗ്രഹം? അതത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ യാചകനാണ്, ഞാൻ ധനികനാണ്. കാരണം ഞാൻ ഇപ്പോഴുള്ള ഈ പുതപ്പിൽ കുനിഞ്ഞുകൂടി ഇരിക്കുന്നതിൽ പോലും ഞാൻ എന്താണ്? ഞാൻ തൃപ്തനാണ്. തൃപ്തി എന്തിനെ നിർണ്ണയിക്കുന്നുണ്ട്? ഉള്ളിലെ സമ്പന്നതയെ നിർണ്ണയിക്കുന്നുണ്ട്. തൃപ്തി ഉള്ളിലെ സമ്പന്നതയെ നിർണ്ണയിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ബിസിനസ് മുഴുവൻ നിർത്തി വെച്ചിട്ട് അവിടെ പോയിട്ട് കുഞ്ഞുകൂടി ഇരിക്കാനല്ല കേട്ടോ. നിങ്ങൾ ചെയ്യാനുള്ള ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. തൃപ്തി ഉണ്ടാവണം. എല്ലാ ദിവസവും ഈ ഞാൻ ചെയ്തതിനെക്കുറിച്ച് സ്വയം തൃപ്തിയുള്ള മനുഷ്യരായിരിക്കണം നമ്മൾ. സ്വന്തം തൃപ്തിയുള്ള മനുഷ്യരായിരിക്കണം നമ്മൾ.